ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങിട്ടോ. ഇനിയിപ്പോൾ എന്തായാലും സമാധാനപ്പെടുത്തുന്ന ഒരു കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് തീരുമാനിച്ച്. കുട്ടികൾക്കും അതൊരു വിഷമം കേട്ടോ. എന്താ പറഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, ഗിഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കൊണ്ടുപോയി എടുക്കണം പറഞ്ഞിട്ട് ഇക്കാക്ക് നല്ല ആഗ്രഹം. അപ്പോൾ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയത് പ്രതീക്ഷിക്കാത്ത ഒരു ഇതായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, അത് നടന്നു കിട്ടി അൽഹംദുലില്ലാ. നേരെ എൻ്റെ വീട്ടിൽ പോയി ബ്രദറിൻ്റെ കാർ എടുത്ത് എന്നിട്ട് നേരെ ഇക്കാടെ നാട്ടിലോട്ട് പോയിട്ടോ. വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, അപ്പോൾ അവിടെ ജുമാ നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ വയ്യാതെ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങനെ വന്നതാണ്. പിന്നെ അവിടെ മഹല്ലത്തിൽ പോയിട്ടും ആരെ കാണുക അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, പോവാൻ പറ്റിയിട്ടില്ല ഇക്കാക്ക്. എന്തെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇക്കാക്ക് വേണ്ടിയിട്ട് ആ ഒരു നാട് ഇക്കാക്ക് ഒരുമിച്ച് നിന്നതാണ് കേട്ടോ. ഇക്കാടെ സർജറി സമയത്ത് അവിടെ മഹല്ല കമ്മിറ്റി വീഡിയോ ചെയ്ത് ഒരു 2 ലക്ഷം രൂപയോളം നമുക്ക് സർജറി സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നല്ല ആശ്വാസമാണ് കേട്ടോ. പിന്നെ നാട്ടിലാണെങ്കിലും എല്ലാവരും കൂടെ സഹായിച്ചിട്ടാണ് നമ്മുടെ സർജറി അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിയത്. അപ്പോൾ അൽഹംദുലില്ലാ, അപ്പോൾ എല്ലാം മാറി ആരോഗ്യവാനായിട്ട് അവിടെ പോകണം, പള്ളിയിൽ നിസ്കരിക്കാൻ ജുമാക്കാണെങ്കിലും പോകണം എന്നൊക്കെ ഒരു മനസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ അത് സാധിച്ച് കിട്ടി. എന്തായാലും അങ്ങനെ നേരെ തിരിച്ച് വന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞുനൊരേ വാശി, പാലക്കാട് പോകണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരേ വാശി. അപ്പം ഇക്കാക്കും വിഷമം, എന്തായാലും പോവാം, ഇന്ന് എന്തായാലും ഇറങ്ങിയില്ല, എനിക്കൊരു കുഴപ്പങ്ങളൊന്നുമില്ല, വണ്ടി ഓടിച്ചാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ സമാധാനിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പാലക്കാട്ടിലോട്ട് വന്ന്. അപ്പോഴാണ് ഒരു വണ്ടി നിർത്തിയതും അധികമൊന്നും പോയില്ല കേട്ടോ. ചെരുപ്പ് വേണം, ഷൂ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50% ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെയൊക്കെ വാങ്ങണം. അപ്പോൾ പോയി അങ്ങനെ 50% ഓഫറിൽ ഫൈമോനിക്കും കുഞ്ഞൂനും അവന് ഷൂ വാങ്ങിച്ച്, കുഞ്ഞുവിന് കാണുന്ന ചെരുപ്പാണ് കേട്ടോ വാങ്ങിച്ചു. പിന്നെ കുഞ്ഞു ഒരേ വാശി പിടിക്കും, എന്നോടൊന്നും പറയില്ല കേട്ടോ, ഇക്കാനോടെ പറയുള്ളൂ. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തും ഇക്കാനോടെ പറയുള്ളൂ. ആ ബാഗ് വേണം എന്ന് പറഞ്ഞിട്ട് 300 സംതിങ്ങോളം ഉണ്ട്. ഇവിടെ 50% ഓഫറാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ബാഗൊന്നും വാങ്ങില്ല, വാങ്ങാൻ വന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ എന്നോട് അങ്ങോട്ട് പിണങ്ങി ഇപ്പം മതി, ഇമ്മ വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരേ പണക്കം. പിന്നെ അങ്ങനെ സമാധാനപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ നമ്മളൊരു ചെറിയ തുണിക്കടയിൽ കയറി പൊന്നൂസിനും ഫൈക്കുട്ടനും എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവൾക്ക് ഈ മോഡലിലൊരു ടോപ്പും പിന്നെ അതിന് പറ്റിയൊരു പാൻറ്റും എടുത്തു. ഫൈക്കുട്ടനെ അവിടെ നിന്ന് പറ്റിയില്ല കേട്ടോ, ഇക്കാക്കൊന്നും സെറ്റായി കിട്ടിയില്ല. നോക്കിയപ്പോൾ ഫൈമോന് പറ്റിയതുപോലെ ഒന്നും കിട്ടുന്നില്ല. പിന്നെ അവൾക്ക് മാത്രം എടുത്ത് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി നമ്മുടെ നാടെത്താവുന്ന അടുത്തായിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറി. ഇത് പാലക്കാടാണ് കേട്ടോ, പാലക്കാട് ടൗണിലാണ്. ടൗണിൽ നിന്ന് ഷോപ്പിൽ നിന്നാണ് പൊന്നൂസിനെടുത്ത്. അങ്ങനെ പിന്നെ എവിടെയും പോയില്ല, ആ 2 ഷോപ്പിൽ മാത്രം കയറി നേരെ വണ്ടി എടുത്ത് കണ്ടു. നല്ല തിരക്കാണ്. അപ്പം നല്ല ടെൻഷൻ എനിക്ക്. വണ്ടി ഓടിക്കുക, ഇക്കാനോടാണെങ്കിൽ പറയാനും പറ്റില്ല വണ്ടി ഓടിക്കണ്ട എന്ന് പറഞ്ഞ് പറയും, നീയാണ് എന്നെ രോഗിയാക്കണ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറയാൻ നിൽക്കും. ഇക്കാക്ക് ഇങ്ങനെ കുട്ടികളെയും കൊണ്ട്, കാരണം എൻ്റെ അങ്ങനെയാണ്, എന്തെല്ലാം ഞങ്ങൾക്ക് വാങ്ങിത്തന്നാലും എൻ്റെ കാക്ക് മതിയാവില്ല. കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും നല്ലപോലെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം. അപ്പോൾ ആ ഒരു വിഷമം വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കുട്ടികൾക്ക് ഡ്രസ്സ് വന്നാലും അവർക്ക് പോയി എടുക്കണം പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനം എടുത്തത് കേട്ടോ. അങ്ങനെ ഫൈക്കുട്ടനെനിക്ക് കണ്ടല്ലോ, വേറെ കടയിൽ നിന്ന് കയറി എടുത്തു. പിന്നെ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ വിശക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവരെ കയറി, അവർക്ക് പിന്നെ എവിടെ പോയാലും വിശപ്പൊക്കെ വരും, ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കയറിയിട്ട് അവർക്ക് ഓരോ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു. അത്രയൊക്കെയാണ് നമ്മുടെ ഇന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോസ് ഒന്ന് കാണാൻ കേട്ടോ. മാക്സിമം ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം. അപ്പോൾ ടാറ്റാ, ബൈ, ഗുഡ് നൈറ്റ്.